കഴിഞ്ഞേക്കാം, പക്ഷെ തോൽപ്പിക്കാനാകില്ല. ഈ വാചകം ഇറാൻ എന്ന രാജ്യത്തിന്റെ ആത്മാഭിമാനത്തെ തന്നെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. വർഷങ്ങളോളം രാജ്യത്തെ നയിച്ച പരമോന്നത നേതാവിന്റെ വിയോഗം പോലും ഇറാന്റെ കരുത്തിനെ തളർത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, പകരം അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സാമ്രാജ്യത്വ മോഹങ്ങൾക്ക് അന്ത്യം കുറിക്കുന്ന വജ്രായുധവുമായി അത് മാറുകയാണ് ചെയ്തിരിക്കുന്നത്. ഭീഷണികൾക്കും ആക്രമണങ്ങൾക്കും മുന്നിൽ മുട്ടുമടക്കാതെ കൃത്യമായ പ്രതിരോധ തന്ത്രങ്ങളിലൂടെ ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയെ പോലും വിറപ്പിച്ച ഇറാൻ ഇന്ന് അജയ്യമായ ഒരു പ്രതിരോധത്തിന്റെ പ്രതീകമായി ലോകരാഷ്ട്രീയത്തിൽ തല ഉയർത്തി നിൽക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഇറാൻ അമേരിക്കയെ നേരിട്ടത് എന്ന വിഷയത്തിലേക്ക് വരാം. അതിനു മുൻപ് ഇറാനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്ന് ഇപ്പോൾ തന്നെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുമല്ലോ. എങ്ങനെ അമേരിക്കയെ ഇറാൻ പരാജയപ്പെടുത്തി? ഭൂമിശാസ്ത്രപരമായും തന്ത്രപരമായോ സ്ഥാനവും ഉറച്ച ആദർശങ്ങളോടുള്ള പ്രതിബദ്ധതയും കൊണ്ട് ലോകരാജ്യങ്ങളെ അമ്പരപ്പിക്കുന്ന ഒരു ശക്തിയായി ഇറാൻ ഇന്ന് മാറിയിട്ടുണ്ട്. പതിറ്റാണ്ടുകളായി പാശ്ചാത്യ ശക്തികളുടെ, പ്രത്യേകിച്ച് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നിരന്തരമായ സമ്മർദ്ദങ്ങൾക്കും ഉപരോധങ്ങൾക്കും നടുവിലും തലയുയർത്തി നിൽക്കുന്ന ഇറാൻ കഴിഞ്ഞ ഫെബ്രുവരി അവസാന വാരത്തിൽ ഉണ്ടായ സംഘർഷങ്ങളിലൂടെ തങ്ങളുടെ യഥാർത്ഥ കരുത്ത് ലോകത്തിന് കാട്ടിക്കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയ സൈനിക ഇടപെടലിലൂടെ ഇസ്ലാമിക റിപ്പബ്ലിക്കിനെ തകർക്കാമെന്നും ഭരണകൂടത്തെ അട്ടിമറിക്കാമെന്നും സ്വപ്നം കണ്ട അമേരിക്കയ്ക്ക് ലഭിച്ചത് അപ്രതീക്ഷിതമായ തിരിച്ചടി തന്നെയായിരുന്നു. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ കുതന്ത്രങ്ങൾ പണ്ടേ തിരിച്ചറിഞ്ഞവരാണ് ലോക ജനത. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നു എന്ന വ്യാജ പ്രചാരണം നടത്തി അന്താരാഷ്ട്ര സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് ഇസ്രായേലിന്റെ സഹായത്തോടെ ഒരു അധിനിവേശത്തിന് അവർ കളമൊരുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇറാനെ പോലെ അമേരിക്കൻ ആധിപത്യത്തെ ചോദ്യം ചെയ്യുന്ന ഒരു രാജ്യത്തെ പാഠം പഠിപ്പിക്കുക എന്നതായിരുന്നു അവരുടെ യഥാർത്ഥ ലക്ഷ്യം. എന്നാൽ ഇറാന്റെ പരമോന്നത നേതാവിനെ വരെ ലക്ഷ്യം വെച്ച് അമേരിക്ക നടത്തിയ നീക്കങ്ങൾ ഇറാനിലെ ജനതയെ തകർക്കുന്നതിന് പകരം കൂടുതൽ ഐക്യബോധത്തോടെ പോരാടാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്തത്. ഈ യുദ്ധം ആരംഭിച്ചപ്പോൾ തന്നെ ദിവസങ്ങൾക്കുള്ളിൽ കാര്യങ്ങൾ തങ്ങളുടെ വരുതിയിലാക്കാം എന്ന് കരുതിയ അമേരിക്കയുടെ തന്ത്രങ്ങൾ ഇറാന്റെ ചിട്ടയായ പ്രതിരോധത്തിന് മുന്നിൽ തകർന്നു തരിപ്പണമായി മാറി. യുദ്ധക്കളത്തിലെ ഇറാൻ ഈ അജയ്യത കേവലം ആയുധങ്ങൾ കൊണ്ടുള്ളതല്ല, മറിച്ച് അവരുടെ കരുത്തുറ്റ മനക്കരുത്തുകൊണ്ടാണ് എന്ന് തെളിയിച്ചു. അമേരിക്കയും ഇസ്രായേലും കരുതിക്കൂട്ടി ആസൂത്രണം ചെയ്ത ഈ നാടകം യഥാർത്ഥത്തിൽ ഒരു വലിയ തകർച്ചയിലേക്കാണ് അവരെ നയിച്ചത്. സ്വന്തം രാജ്യത്തിന്റെ പരമാധികാരത്തിനു വേണ്ടി ജീവൻ കൊടുത്തും പോരാടാൻ തയ്യാറുള്ള ഒരു ജനതയെ പുറത്തു നിന്നുള്ള ഭീഷണികൾ കൊണ്ട് അടിച്ചമർത്താനാവില്ല എന്ന് ഇറാൻ തെളിയിച്ചു. യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ധീരരായ പോരാളികൾ ഒരു ജനതയുടെ ആത്മാഭിമാനത്തിന്റെ പ്രതീകങ്ങളായി മാറി. ഈ സംഘർഷം ലോകരാജ്യങ്ങൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അമേരിക്കയുടെ ഈ അനീതിക്കെതിരെ പല രാജ്യങ്ങളും ഇറാനൊപ്പം അണിനിരക്കാൻ തുടങ്ങുകയും ചെയ്തു എന്നത് ഏറെ ശ്രദ്ധേയമാണ്. ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെ ഹനിക്കാനും സ്വന്തം താല്പര്യങ്ങൾക്കായി മറ്റുള്ളവരുടെ വിധി നിർണ്ണയിക്കാനും ആർക്കും അവകാശമില്ല എന്ന തിരിച്ചറിവ് ഇന്ന് ലോകത്ത് ശക്തമായി തുടങ്ങിയിട്ടുണ്ട്. വർഷങ്ങളായി അമേരിക്ക പല രാജ്യങ്ങളിലും നടപ്പിലാക്കിയ അധിനിവേശ രീതികളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി കൃത്യമായ ആസൂത്രണത്തോടെയും തന്ത്രപരമായ നീക്കങ്ങളോടെയും തിരിച്ചടിക്കാൻ ഇറാൻ കാണിച്ച ധൈര്യം ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടുമെന്ന കാര്യത്തിലും സംശയമില്ല. ഇസ്രായേലിന്റെ പിന്തുണയോടെ നടത്തിയ ഈ യുദ്ധം അമേരിക്കയുടെ തന്നെ തകർച്ചയുടെ തുടക്കമായി മാറിയിരിക്കുകയാണ്. അവരുടെ നീക്കങ്ങൾ ഓരോന്നും പാളിയപ്പോൾ ഇറാൻ ഒരു സൂപ്പർ പവറായി ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു ഇവിടെ ചെയ്തത്. അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന ഈ നീക്കങ്ങൾ അവർക്ക് തന്നെ തിരിച്ചടിയാകുമെന്ന് കാലം തെളിയിച്ചു. അഹങ്കാരത്തോടെയും അധികാര ഗർവോടെയും ലോകത്തെ ഭരിക്കാമെന്ന് കരുതുന്നവർക്ക് മുന്നിൽ ഇറാൻ നൽകിയ ഈ മറുപടി സമാന ചിന്താഗതിയിലുള്ള രാജ്യങ്ങൾക്ക് വലിയൊരു ആത്മവിശ്വാസം തന്നെയാണ് നൽകിയത്. ഈ യുദ്ധം അവസാനിക്കുമ്പോൾ വിജയിച്ചത് ഇറാൻ എന്ന് നിസ്സംശയം പറയാം. കാരണം അവർ കേവലം ഒരു യുദ്ധത്തിൽ മാത്രമല്ല, അമേരിക്കയുടെ സാമ്രാജ്യത്വ മോഹങ്ങളെ കൂടിയാണ് പരാജയപ്പെടുത്തിയത്. വരും കാലങ്ങളിൽ ഇറാൻ എന്ന പേര് ലോകരാഷ്ട്രത്തിൽ കൂടുതൽ കരുത്തോടെ മുഴങ്ങി കേൾക്കുക തന്നെ ചെയ്യുമെന്നത് തീർച്ചയാണ്. ഇസ്ലാമിക റിപ്പബ്ലിക്കിനെ ഇല്ലാതാക്കാൻ കച്ചകെട്ടി ഇറങ്ങിയവർ ഒടുവിൽ സ്വയം നശിക്കുന്ന കാഴ്ചയാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. നീതിയുടെയും പരമാധികാരത്തിന്റെയും പാതയിൽ സഞ്ചരിക്കുന്ന ഇറാൻ എന്ന രാഷ്ട്രം ശത്രുക്കളുടെ എല്ലാ കുതന്ത്രങ്ങളെയും അതിജീവിക്കുമെന്ന് ഈ യുദ്ധം അടിവരയിട്ട് പറയുന്നു. അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ അതിശക്തമായ സൈനിക ശേഷിക്ക് മുന്നിൽ ഇറാൻ സ്വീകരിച്ച തന്ത്രങ്ങൾ കേവലം പ്രതിരോധം മാത്രമല്ല, അത് അതിബുദ്ധിപരമായ ഒരു പോരാട്ട തന്ത്രമായിരുന്നു. ഫെബ്രുവരിയിലെ സംഘർഷങ്ങളിൽ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇറാൻ അമേരിക്കയെ വിറപ്പിച്ചത് പ്രധാനമായും ചില തന്ത്രങ്ങളിലൂടെയാണ്. ആദ്യമായി ഇറാന്റെ ഏറ്റവും വലിയ വിജയം അവരുടെ അസിമെട്രിക് വാർഫെയർ അഥവാ അസമമായ യുദ്ധമുറകൾ തന്നെയാണ്. അമേരിക്കയുടെ അത്യാധുനികമായ വ്യോമസേനയെയും മിസൈൽ സാങ്കേതിക വിദ്യയെയും നേരിടാൻ ഇറാൻ തങ്ങളുടെ സ്വന്തം മണ്ണിലെ ഭൂപ്രകൃതിയെയും ഗറില്ല യുദ്ധമുറകളെയും ആയുധമാക്കിയെടുത്തു.
തുറന്ന യുദ്ധക്കളത്തിൽ അമേരിക്കൻ സൈന്യത്തോട് നേരിട്ട് ഏറ്റുമുട്ടുന്നതിന് പകരം മിന്നലാക്രമണങ്ങളും കൃത്യമായ ലക്ഷ്യങ്ങളും മാത്രം തകർക്കുന്ന മിസൈൽ സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് അമേരിക്കയുടെ ലോജിസ്റ്റിക് സംവിധാനങ്ങളെയും സൈനിക താവളങ്ങളെയും അവർ തളർത്തിക്കളഞ്ഞു. രണ്ടാമതായി, സൈബർ യുദ്ധത്തിലും ഇറാൻ വലിയ മികവ് പുലർത്തി. അമേരിക്കയുടെ ആശയവിനിമയ സംവിധാനങ്ങളെയും സൈനിക ഡാറ്റാബേസുകളെയും തടസ്സപ്പെടുത്തുന്നതിൽ ഇറാനിയൻ സൈബർ വിദഗ്ധർ വിജയിച്ചു. അമേരിക്കൻ സൈനിക നീക്കങ്ങളെ തത്സമയം നിരീക്ഷിക്കാനും അവരുടെ ആശയവിനിമയ ശൃംഖലകളിൽ നുഴഞ്ഞുകയറി തെറ്റായ വിവരങ്ങൾ നൽകിയ അമേരിക്കൻ പ്ലാനുകൾ അട്ടിമറിക്കാനും ഇറാൻ അനായാസം സാധിച്ചു. ഇത് അമേരിക്കൻ സൈനിക നേതൃത്വത്തെ വലിയ ആശയക്കുഴപ്പത്തിലാക്കി എന്നതാണ് മറ്റൊരു സത്യം. മൂന്നാമതായി, ഇറാൻ തങ്ങളുടെ ജനതയെ ഒന്നടങ്കം വിശ്വാസത്തിലെടുത്തു. അമേരിക്കൻ യുദ്ധത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം ഇസ്ലാമിക റിപ്പബ്ലിക്കിനെ തകർക്കുകയാണ് എന്നും അത് സ്വന്തം രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണെന്നും കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഭരണകൂടത്തിന് സാധിച്ചു. ഇത് ഒറ്റക്കെട്ടായ ഒരു പ്രതിരോധം തീർക്കാൻ ഇറാനിലെ ജനതയെ പ്രേരിപ്പിച്ച ഘടകവുമാണ്. യുദ്ധമുഖത്ത് മാത്രമല്ല, രാജ്യത്തിനകത്തും ഒരു തരിമ്പും വിള്ളൽ ഉണ്ടാക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല എന്നതാണ് ഇറാന്റെ യാഥാർത്ഥ്യം. നാലാമതായി, അന്താരാഷ്ട്ര തലത്തിൽ തന്ത്രപരമായ നയതന്ത്ര ബന്ധങ്ങൾ ഇറാൻ ഉപയോഗപ്പെടുത്തി എന്ന കാര്യമാണ്. അതായത് അമേരിക്കയുടെ അധിനിവേശത്തെ അനുകൂലിക്കാത്ത രാജ്യങ്ങളെ ഒപ്പം നിർത്തിക്കൊണ്ട് ഈ യുദ്ധം ഇറാന് നേരെ മാത്രമല്ല, മറിച്ച് ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെ ഉയർന്നു വന്ന ഭീഷണിയാണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതിൽ ഇറാൻ വിജയിച്ചു. അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന ഈ യുദ്ധം ഒരു അനീതിയാണെന്ന് ലോക രാജ്യങ്ങൾക്ക് തോന്നിയപ്പോൾ അവരിൽ നിന്നുള്ള സമ്മർദ്ദം അമേരിക്കൻ പക്ഷത്തെ കൂടുതൽ ഒറ്റപ്പെടുത്തുകയാണ് ഉണ്ടായത്. അവസാനമായി, അമേരിക്ക ലക്ഷ്യമിട്ടതുപോലെ ഒരു പെട്ടെന്നുള്ള ഭരണകൂട അട്ടിമറി സാധ്യമാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഇറാന്റെ പ്രതിരോധ സേനയ്ക്ക് കഴിഞ്ഞു എന്ന കാര്യമാണ്. അതായത് അമേരിക്കയുടെ ഏറ്റവും പ്രബലമായ ആയുധങ്ങൾ പ്രയോഗിച്ചിട്ടും ഇറാന്റെ അടിസ്ഥാനമായ അടിത്തറ തകർക്കാൻ കഴിഞ്ഞില്ല എന്നത് അമേരിക്കൻ സൈനിക മേധാവികളുടെ കണക്കുകൂട്ടലുകളെ തെറ്റിച്ചിട്ടുണ്ട്. കൃത്യമായ പ്ലാനിങ്ങോടെ തിരിച്ചടിക്കാൻ ഇറാൻ കാണിച്ച ഈ ശേഷി അമേരിക്കയുടെ ആധിപത്യത്തിന് മേൽ ഇട്ട വലിയൊരു ചോദ്യചിഹ്നമായി മാറുകയായിരുന്നു. അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ ചരിത്രത്തിൽ, പ്രത്യേകിച്ച് ട്രംപ് ഭരണകൂടത്തിന്റെ വിദേശ നയങ്ങളിൽ വലിയൊരു കറുത്ത പാട ഈ യുദ്ധം അടയാളപ്പെടുത്തപ്പെട്ടു. ഇറാനെ പോലെ ഒരു രാജ്യത്തെ ഒരു വളരെ വേഗത്തിൽ കീഴ്പ്പെടുത്താമെന്നും അവരുടെ പരമോന്നത നേതാക്കളെ ഉൾപ്പെടെ ഇല്ലാതാക്കി ഭരണകൂടത്തെ അട്ടിമറിക്കാമെന്നും കരുതിയ അമേരിക്കൻ കണക്കുകൂട്ടലുകൾ ശരിക്കും തെറ്റിപ്പോയി. ഈ സംഘർഷം വെറും ഒരു യുദ്ധമായിരുന്നില്ല എന്നതാണ് എനിക്ക് പറയാനുള്ളത്. മറിച്ച് ഇറാൻ എന്ന രാജ്യത്തിന്റെ യഥാർത്ഥ കരുത്ത് എന്താണെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിച്ച ഒരു നിർണായക മുഹൂർത്തമായിരുന്നു. അമേരിക്കൻ ഭരണകൂടം ഇസ്രായേലിന്റെ പിന്തുണയോടെ ഈ യുദ്ധം ആരംഭിക്കുമ്പോൾ തങ്ങളുടെ സൈനിക മേധാവിത്വം കൊണ്ട് പെട്ടെന്ന് വിജയം കൈവരിക്കാമെന്ന് തന്നെയായിരുന്നു അവർ കരുതിയത്. എന്നാൽ ഇറാന്റെ പ്രതിരോധം അമേരിക്കയെയും അവരുടെ സഖ്യകക്ഷികളെയും ഒരുപോലെ അമ്പരപ്പിച്ചു, വിറപ്പിച്ചു. ദശാബ്ദങ്ങളായി തുടരുന്ന ഉപരോധങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും നടുവിലും സ്വന്തമായി സൈനിക സാങ്കേതിക വിദ്യ വികസിപ്പിക്കാനും പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനും ഇറാൻ കാണിച്ച ഇച്ഛാശക്തി ലോകം വളരെ അവിശ്വസനീയതയോടെ തന്നെയാണ് നോക്കിക്കണ്ടത്. അത് അവർക്ക് വലിയൊരു മൈലേജും നൽകിയിട്ടുണ്ട്. ഇറാന്റെ കരുത്ത് വെറും ആയുധങ്ങൾ കൊണ്ട് അളക്കാനാവുന്നതല്ല എന്നും മറിച്ച് അവരുടെ ആദർശങ്ങളോടുള്ള അചഞ്ചലമായ കൂറും അടിയുറച്ച ദേശസ്നേഹവുമാണ് അവരുടെ യഥാർത്ഥ ആയുധമെന്നും ഈ യുദ്ധം വിളിച്ചു പറയുക തന്നെ ചെയ്തു. ട്രംപ് ഭരണകൂടം വലിയ തുകകളും വമ്പിച്ച സൈനിക വിഭവങ്ങളും ഈ യുദ്ധത്തിനായി ചെലവഴിച്ചിട്ട് പോലും ഇറാനെ മുട്ടുകുത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നത് മാത്രമല്ല, ലോകവേദിയിൽ അമേരിക്ക കൂടുതൽ ഒറ്റപ്പെടുകയും ചെയ്തു. ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെ ഹനിക്കാനുള്ള ശ്രമങ്ങളെ എങ്ങനെയാണ് ഫലപ്രദമായി പ്രതിരോധിക്കേണ്ടത് എന്ന് ഇറാൻ മറ്റ് വികസ്വര രാജ്യങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു ഈ സംഭവത്തിലൂടെ. ഇറാന്റെ ഈ നിലപാട് ലോകത്തിലെ അമേരിക്കൻ വിരുദ്ധ ചേരിയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും പല രാജ്യങ്ങളും ഇറാനുമായിട്ടും പൂർണ്ണമായിട്ടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയും ലോക രാഷ്ട്രീയത്തിൽ ഉണ്ടായി. എന്തായാലും ഇറാന്റെ ഈ വിജയം അമേരിക്കയുടെ സൽപ്പേരിന് വലിയ തിരിച്ചടിയാണ് നൽകിയത് കേട്ടോ. ലോകത്തെ ഭയപ്പെടുത്തി ഭരിക്കാമെന്ന് കരുതുന്നവർക്ക് മുന്നിൽ ആത്മാഭിമാനമുള്ള ഒരു ജനതയ്ക്ക് തോൽപ്പിക്കാനാവാത്ത ഒന്നുമില്ല എന്ന് ഇറാൻ തെളിയിക്കുകയാണ്. ഈ യുദ്ധം അവസാനിക്കുമ്പോൾ വിജയിച്ചത് ആയുധങ്ങളല്ല, മറിച്ച് ധാർമ്മികമായ ബോധവും കൃത്യമായ ആസൂത്രണവും തന്നെയാണ്. ഇറാനെ അട്ടിമറിച്ച് ഇല്ലാതാക്കാൻ നോക്കിയവർ ഇന്ന് ലോകത്തിന് മുന്നിൽ നാണം കെട്ട് നിൽക്കുമ്പോൾ പ്രതിരോധത്തിന്റെ പുതിയൊരു ചരിത്രം രചിച്ചുകൊണ്ട് ഇറാൻ കൂടുതൽ കരുത്തോടെ തലയുയർത്തി നിൽക്കുകയാണ്. ഇറാന്റെ യഥാർത്ഥ ശക്തി എന്നത് അവരുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനമോ എണ്ണ സമ്പത്തോ മാത്രമല്ല, മറിച്ച് പ്രതിസന്ധികളിൽ ഒത്തൊരുമിച്ച് നിൽക്കാനുള്ള അവരുടെ മനക്കരുത്താണ് എന്ന് ഈ യുദ്ധം ലോകത്തിന് മുഴുവൻ ബോധ്യപ്പെടുത്തി കൊടുത്തു. അപ്പോൾ എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇറാന്റെ പോരാട്ട വീരത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. എന്തായാലും കമന്റ് ബോക്സിൽ എഴുതുക. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കണേ.